guys, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഫെമിനിൻ പ്രോഡക്ട്സിനെ കുറിച്ചിട്ടുള്ള ഒരു റിവ്യൂ ആണ്. റിവ്യൂ അല്ലെങ്കിൽ ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്ട്സിനെ കുറിച്ച് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുന്ന ഒരു വീഡിയോ ആണ്. സോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഇനി എന്തെങ്കിലും ഞാൻ വീഡിയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. സോ വീഡിയോയിലേക്ക് പോവാം. ആൻഡ് ഫസ്റ്റ് പ്രോഡക്റ്റ് എന്തെന്ന് വെച്ചാൽ അസ എന്നൊരു കമ്പനിയുടെ എന്താണ് സാനിറ്ററി പാഡ്സ് ആണ്. അൾട്രാ അബ്സോർബൻ നൈറ്റ് പാഡ്സ് ആണ്. ട്രിപ്ലെക്സൽ ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. 420 mm ആണ്. ഇതിൻ്റെ മെയിൻ ക്വാളിറ്റി എന്താന്ന് വെച്ചാൽ തന്നെ എന്താ പറയുക, ലൈക്ക് ലീക്കേജ്, 0 ലീക്കേജ് ആണ്. പിന്നെ നല്ല ലെങ്ത് ഉണ്ട്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു ലെങ്ത് ആണ്. ആക്ച്വലി എന്താ പറയുക, ഹെവി ഫ്ലോ ഉള്ളവർക്കും പിന്നെ പ്രഗ്നൻസി കഴിഞ്ഞവർക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി ഒരു പാഡ്സ് തന്നെയാണ്. ലൈക്ക് ഹെവി ഫ്ലോ ഉള്ളവർക്ക് മെയിനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു പാഡാണ്. നൈറ്റ് മാത്രമല്ല, ഡേ ടൈമിൽ നമ്മൾ വർക്ക് ടൈമൊക്കെ പോകുന്ന സമയത്ത് എന്താ പറയുക, ഇത് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ചോയ്സ് തന്നെയാണ്. അറൗണ്ട് എനിക്കിതൊരു 2-3 months നിന്നിട്ടുണ്ട് ഈ പാഡ്സ്. അത്രയ്ക്കും നല്ല ഒരു എന്താ പറയുക, നല്ലൊരു ചോയ്സ് തന്നെയാണ്. പിന്നെ ഇതിൽ അറൗണ്ട് ഉണ്ടാവുന്നത് ഒരു 40 to 50 പാഡ്സ് ആണ് ഇതിനകത്ത് ഉണ്ടാവുക. ഈ ഒരു ബോക്സിൽ വരുമ്പം അറൗണ്ട് ഒരു അപ്രോക്സിമേറ്റ്ലി 40 to 50 ആണ് ഉണ്ടാകുന്നത്. ആൻഡ് ഇതിപ്പോൾ ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത് കഴിഞ്ഞൊരു പാഡാണ്. ബോക്സ് എം ടി ആയി, എൻ്റെ എം ടി ബോക്സ് ആണ്. ഞാൻ യൂസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതാണ്. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ചോയ്സ് തന്നെയാണ്. ഞാൻ നിർബന്ധിച്ച് വാങ്ങാനൊന്നും ഞാൻ പറയുന്നില്ല, വാങ്ങിപ്പിക്കുന്നൊന്നുമില്ല. ബട്ട് എനിവേ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഹെവി ഫ്ലോ ഒക്കെ ഉള്ളവർക്ക് ഒരു കൺസേണിന് പറ്റിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. ആൻഡ് തീരെ ഫ്ലോ കുറവുള്ളവർക്കാണെങ്കിൽ ഇത്രയും വലിയൊരു പാഡിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ബിക്കോസ് കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വേർത്തല്ലാണ്ട് തോന്നണം, അത്രയും വലുത് വെറുതെ യൂസ് ചെയ്യണ്ടല്ലോ. അപ്പോൾ ഹെവി ഫ്ലോ ഉള്ളവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണിത്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഇത് യൂസ് ചെയ്തിട്ട് റാഷസ് ഒന്നും വന്നിട്ടില്ല. വേറെ പല പാഡ്സ് യൂസ് ചെയ്തിരുന്ന ടൈമിലും റാഷസും അങ്ങനെ പല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായത്. പക്ഷേ ഇത് റാഷസ് ഒന്നും വന്നിട്ടില്ല. എൻ്റെ നല്ല എക്സ്ട്രീംലി ഡ്രൈ സ്കിന്നാണ്. എന്നിട്ട് പോലും എനിക്ക് പൊതുവേ എൻ്റെ ബോഡിയിൽ പല ഐറ്റംസും ഡ്രൈ തന്നെയാണ്. പക്ഷേ എനിക്കിതിൽ വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല. ആൻഡ് എനിക്ക് എന്തായാലും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണിത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത്, ടോട്ടൽ പ്രൈസ് ആക്ച്വലി ഒരു 500-ന് മുകളിലാണ്. അറൗണ്ട് ഒരു 400 to 500 ആണ് ഇതിൻ്റെ MRP വരുന്നത്. പക്ഷേ എനിക്കിത് ഓഫറിലൊരു 200 സംതിങ്ങിനാണ് എനിക്ക് പ്രൊഡക്റ്റ് കിട്ടിയത്. ഓഫർ പ്രൈസിലായിരുന്നു കിട്ടിയത്. 500 എബോ ആണെന്ന് തോന്നുന്നു ഈ പ്രൊഡക്റ്റ്. ആക്ച്വലി ഇതിൽ MRP കൊടുത്തിട്ടുള്ളത് 849 ആണ്. പക്ഷേ എനിക്ക് ഈ പ്രൊഡക്റ്റ് ഒരു 300 to 400 സംതിങ്ങിനാണ് എനിക്ക് പ്രൊഡക്റ്റ് കിട്ടിയത്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നായിരുന്നു. ഫ്ലിപ്കാർട്ടിൽ ഓഫർ വന്ന ടൈമിലായിരുന്നു വാങ്ങിച്ചത്. ഫ്ലിപ്കാർട്ടിൽ മാത്രമല്ല, ആമസോൺ എല്ലാത്തിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണ്. ക്ലിനിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. സോ നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ യൂസ് ചെയ്ത് നോക്കാം. ആൻഡ് ഇതാണ് സെക്കൻഡ് പ്രോഡക്റ്റ്. ലഷിൻ്റെ സാനിറ്ററി പാഡ്സ് ആണ്. ഇതാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ അറൗണ്ട് ഒരു എത്ര പറയുക, ഒരു 25 പാഡ്സ് ആണുള്ളത്. ബയോഡിഗ്രേഡബിൾ പാഡ്സ് ആണ്. പിന്നെ ഇതിൽ 25 പാഡ്സും പ്ലസ് 25 ലാർജ് പാഡ്സ് ആണ്. കൂടെ 4 പാൻറ്റി ലൈനേഴ്സും അവൈലബിൾ ആണ്. പിന്നെ കോട്ടൺ ആണ്, 100% കോട്ടൺ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അസ്നാഡ ബ്രാൻഡും കോട്ടൺ തന്നെയാണ്, അതിനെ പറയാൻ മറന്നു. ആൻഡ് ഇതും റാഷ് ഫ്രീ ആണ്. പിന്നെ എന്താ പറയുക, പാരബൻസ് ഒന്നുമില്ല, നോ ക്ലോറിൻ ആണ്, ഫ്രാഗ്രൻസ് ഒന്നുമില്ല. സോ നല്ല ഒരു ചോയ്സ് തന്നെയാണിത്. ഇതും ഒരു എന്താ പറയുക, ഒരു മീഡിയം ടു ഹെവി ഫ്ലോയിൽ നിൽക്കുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. ആൻഡ് എന്താ പറയുക, ലൈക്ക് നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്.
ഇതിലൊരു അറൗണ്ട് ഒരു 449 MRP വരുന്നത്. എനിക്കിതൊരു 200 സംതിങ്ങിനാണ് കിട്ടിയത്. ഞാൻ ഓൺലൈൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ വാങ്ങിച്ച പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ ഇത് ലൈക്ക് എന്താണ്, ഇങ്ങനെ നല്ലൊരു ബോക്സ് പാക്കേജിങ്ങിലാണ് വന്നത്. ഇതിൻ്റെ മേളിലൊരു ലെയറും കൂടെ ഉണ്ട്. നമ്മുടെ ഈ ബോക്സ് അൺബോക്സ് ചെയ്യുന്ന ടൈമിൽ, എടുക്കുന്ന ടൈമിലാണ് ഇതിങ്ങനെ നമ്മൾ ടിയർ ചെയ്ത് മാറ്റി വെക്കുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ആൻഡ് ഇത് ഇങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. ബോക്സ് തന്നെ ആയതുകൊണ്ട് നമുക്ക് നല്ലൊരു കംഫർട്ടബിൾ ആണ്. ഇങ്ങനെ പതി ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. ഇതിപ്പോൾ ഞാൻ പ്രസൻ്റ് ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതിൽ പിന്നെ നല്ല ക്യാപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഫോർ എ വുമൻ ഹു ഈസ് ഓൾറെഡി മെയ്ഡ് 100 ഡിഫിക്കൽട്ട് ഡിസിഷൻസ് വി വാണ്ട് ടു ബി ആൻ ഈസി വൺ. നല്ല ക്യാപ്ഷനൊക്കെയാണ് അവരുടേത്. ആൻഡ് പിന്നെ ഇതിലിപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇനി കുറച്ച് പാഡ്സും കൂടെ ഉള്ളൂ. എനിവേ ഞാൻ എൻ്റെ ഒരു സാമ്പിൾ കാണിച്ചു തരാം. ഒരു പാഡ് വരുന്നത് ഇങ്ങനെയാണ്. ലൈക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റിക്കി കവറിലാണ് വരുന്നത്. അപ്പം നമുക്ക് ഇതിലെ പാഡ് യൂസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഡിസ്പോസ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു കവറിൽ തന്നെ നമുക്ക് റാപ്പ് ചെയ്ത് പ്ലേസ് ചെയ്ത് ക്ലോസ് ചെയ്യാവുന്നതാണ്. സ്റ്റിക്കി ഇതാണ്. നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് അൺഫോൾഡ് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് കണ്ടൊരു സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലും വർക്കിനൊക്കെ പോകുന്ന ടൈമാണെങ്കിലും ഈ ഒരു ഇങ്ങനെ ഇതുപോലെ നമുക്ക് ബാഗിലെടുത്ത് പ്ലേസ് ചെയ്യാം. നമുക്ക് കുറച്ചും കൂടെ ഈസിയാണ്, കംഫർട്ടബിളായിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. ആൻഡ് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കാം. ഒരു പേപ്പറിൽ വല്ലതും റാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ പേപ്പറിലൂടെ റാപ്പ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ സേഫായിട്ട് ബ്ലഡ് സ്റ്റീൻ ഒന്നും പുറത്താവാണ്ട് സേഫായിട്ട് നിൽക്കും. അപ്പം നല്ലൊരു ചോയ്സ് തന്നെയാണത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ബ്ലഡ് സ്റ്റീൻ ലീക്ക് ആകുമോ അല്ലെങ്കിൽ പുറത്തേക്ക് പോകുമോ എന്നൊന്നും ഒരു പേടിയില്ലാതെ സേഫായിട്ട് ഡിസ്പോസ് ചെയ്യാൻ പറ്റിയ ഒരു ചോയ്സ് തന്നെയാണിത്. പിന്നെ ആക്ച്വലി ഞാൻ ഈ 2 പാഡ്സും സജസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു തരുന്നത് വെച്ചാൽ ഇപ്പോഴും മെൻസ്ട്രൽ കപ്സ് ഒക്കെ യൂസ് ചെയ്യാൻ കംഫർട്ടബിൾ അല്ലാത്ത, അല്ലെങ്കിൽ ഒരു ഓക്വേർഡ് ഞാൻ പറയുന്നില്ല, അത്ര അതിനകത്തേക്ക് യൂസ്ഡ് അല്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന 2 പ്രൊഡക്ട്സാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഫ്ലിപ്കാർട്ട്സിലൊക്കെ ഉണ്ട്. ഫ്ലിപ്കാർട്ട്, ആമസോൺ എല്ലാത്തിലും അവൈലബിൾ ആയിട്ടുള്ള 2 പ്രോഡക്ട്സ് തന്നെയാണ്. പിന്നെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊന്നും ഇല്ലെങ്കിലും പ്ലഷിൻ്റെ പാഡ്സ് ഹൈപ്പർ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണ്. ഹൈപ്പർ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണ്. അസോഡ് ഞാൻ ഹൈപ്പർ മാർക്കറ്റ്സിൽ അങ്ങനെ കണ്ടിട്ടില്ല. ലുലുവിലൊന്നും ഞാൻ കണ്ടിട്ടില്ല പോയ ടൈമിലും. പ്ലഷ് പാഡ്സ് ഇപ്പം റീസെൻ്റ്ലി ഒരുപാട് ഹൈപ്പർ മാർക്കറ്റ്സിൽ അവൈലബിൾ ആണ്. അപ്പം ഹൈപ്പർ മാർക്കറ്റ്സിലും ഓഫറുള്ളത് നിങ്ങൾക്ക് ബൈ 1 get 1 ആയിട്ടോ അല്ലെങ്കിൽ 50% ഓഫറിലൊക്കെ സെയിൽ ചെയ്യുന്ന ടൈമുണ്ട്. ആ ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഓൺലൈനിൽ പ്രിഫർ ചെയ്യാം. എനിവേ ഇത് നല്ലൊരു ചോയ്സ് തന്നെയാണ്. അത്യാവശ്യം ഒരു എന്താ പറയുക, 24 hours നമ്മൾ ഒരു പാഡ്സ് നമ്മൾ വെക്കാറില്ല, വെക്കാൻ പാടില്ലെന്നാണ്. അത്ര നേരം ഒന്നും ഇരിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു ഈ ഒരു പാഡാണെങ്കിൽ ഒരു 5 to 6 hours ഒക്കെ ഇരിക്കും. അസയുടെ പാഡാണെങ്കിൽ ഒരു എങ്ങനെ പോലും ഒരു 8-10 മണിക്കൂർ, 8-10 ആക്ച്വലി അതിൻ്റെ ഹോൾഡിങ് കപ്പാസിറ്റി വെച്ചിട്ട് അതിൽ നേരെ ഇരിക്കും. പിന്നെ നമ്മുടെ ഒരു ഹെൽത്ത് കൺസേൺ നമുക്ക് അത്രയും നേരം അതിലിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം, അങ്ങനെ ചെയ്യാം. എനിവേ 2 പാഡ്സ് ആണെങ്കിലും എന്താ പറയുക, ലൈക്ക് ബ്ലഡ് ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യും. ആൻഡ് നമുക്കൊരു ബുദ്ധിമുട്ടോ എന്തോ തങ്ങി നിൽക്കുന്നൊരു ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യില്ല. അപ്പോൾ എനിവേ എന്താ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരാൻ പോവാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 2 പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എനിവേ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ സജഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ ഈ 2 പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കമൻറ്റ് ചെയ്യാം. നിങ്ങൾ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള കറൻ്റ്ലി ഫേവറേറ്റ് ആയിട്ടുള്ള പാഡ്സ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എനിവേ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.